അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ളോഗ്സ്. നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ആടി സെയിൽ നടക്കുകയാണല്ലേ. ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള മേപ്പറമ്പ് ബൈപ്പാസിലുള്ള തേജിൽ കേട്ടോ. ബൊട്ടിക്കിൽ ആടി സെയിലിൻ്റെ ഒരു ഫീൽ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ലീനുക്കുട്ടിയുണ്ട്. ലീനുക്കുട്ടി എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ രണ്ടാമത്തെ മോളാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇതേ കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽ വിത്ത് അഫോർഡബിൾ പ്രൈസ്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് കേട്ടോ. ആണ് എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ ഇൻ ലോ, ലീനുക്കുട്ടിൻ്റെ ഉമ്മയാണ് കേട്ടോ. ഞങ്ങൾ നെക്സ്റ്റ് മന്ത് ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സാരിയുടെ ബ്ലൗസ് സെറ്റ് ചെയ്യാനായിട്ട് പോയതാണ്. പോയ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് അവിടെ ആടി സെയിൽ, അതായത് 50% ഓഫ് ഉണ്ടെന്ന്. എല്ലാ മെറ്റീരിയൽസിനും 50% ഓഫുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. നമുക്ക് ലീനു ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആൾ സ്മാർട്ടാണ്, പക്ഷേ ഭയങ്കര ഷൈ ആണ്, അധികം സംസാരിക്കാറൊന്നുമില്ല. എന്നാലും സ്മാർട്ടാണ്, അതൊരു ക്യൂട്ട്നെസ് അല്ലേ. അങ്ങനെ 50% ഓഫ് ഉണ്ടെന്ന് അന്നേരമാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം കളക്ഷൻസ് ഉള്ള ഷോപ്പല്ലേ, സോ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി ആ കാണുന്ന കൂട്ടത്തിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. സിസ്റ്റർ ഇൻ ലോൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, പേര് റംസീല. എന്നെക്കാളും ഇളയതാണ്. എൻ്റെ എൽഡർ ബ്രദറിൻ്റെ വൈഫാണെങ്കിലും ഞങ്ങളെയും വെച്ച് ഇളയതായതുകൊണ്ട് ഞങ്ങൾ റംസി എന്നാണ് കേട്ടോ വിളിക്കുക. ഇതിൻ്റെയൊക്കെ പ്രൈസാണ് കാണിച്ചത്. ഇതിന് 550 ആണ് പ്രൈസ്, പക്ഷേ നമുക്കത് 225 കിട്ടും. ഇവരുടെ മെറ്റീരിയൽസിനേക്കാളും ഇവിടെ ഹൈലൈറ്റ് ഇവരുടെ സ്റ്റിച്ചിങ് തന്നെയാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ ആ പെർഫെക്ഷനാണ്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ കൂടെ, വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. അപ്പോൾ ടൗണിലൊക്കെ നമ്മൾ ഓരോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ചോദിക്കുമ്പോൾ 1000, 1200 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത്രയൊന്നും കോസ്റ്റ്ലി അല്ല സൽവാർ ആണെങ്കിലും ഒന്നും. എങ്കിലും കുറച്ച് നമ്മുടെ ആ ഒരു ലൊക്കേഷനിൽ വെച്ച് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും പെർഫെക്ഷൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല കേട്ടോ. നമ്മളെങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ സ്റ്റിച്ച് ചെയ്തിരുന്ന ഒരു ഷോപ്പാണ് ഇത്. ഈ മെറ്റീരിയലിന് 160 റുപ്പീസ് ആട്ടോ. അതെനിക്ക് പെർ മീറ്റർ 80 റുപ്പീസിന് കിട്ടി. ഇതാണ് കേട്ടോ അവിടുത്തെ മാഡം. അങ്ങനെ ആ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഒരു സ്കേർട്ടിന് ടോപ്പ് എടുക്കണമായിരുന്നു. അപ്പോൾ അത് ഈ മെറ്റീരിയൽ ഇതിന് 400 ആണ് ഇതിൻ്റെ 400 ആണ് ഇതിൻ്റെ പ്രൈസ്. നമുക്കിത് മീറ്റർ 200, അതായത് എത്രയാണോ റിയൽ പ്രൈസ് അതിന് നേർപകുതിയായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് കേട്ടോ. ഇതുകൂടാതെ നമ്മൾ സാരിക്ക് ബ്ലൗസ് സെറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് മാച്ചിങ് ആയിട്ട് കിട്ടിയത് നമ്മൾ എടുത്തു. ബാക്കി അല്ലാത്തത് പുറത്തുനിന്ന് എടുക്കേണ്ടി വന്നു. ഈ മെറ്റീരിയലിന് 80 റുപ്പീസ് ആയിട്ടാണ് കേട്ടോ പെർ മീറ്റർ എനിക്ക് കിട്ടിയത്. അപ്പോൾ 200-ന് 2.5 മീറ്റേഴ്സ് എടുത്തു. അതെനിക്ക് എൻ്റെ സിസ്റ്റർ റാബിയ നന്നായി സ്റ്റിച്ച് ചെയ്യും. പിന്നെ നമ്മൾ വല്ല വെറൈറ്റിയും വേണമെങ്കിലോ അല്ലെങ്കിൽ കോസ്റ്റ്ലി മെറ്റീരിയൽസൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുക കേട്ടോ. റാബിയ ഓൾമോസ്റ്റ് എൻ്റെ മിക്ക ടോപ്സും ദെൻ കുർത്തീസൊക്കെ അവളെ സ്റ്റിച്ച് ചെയ്ത് തരാറ്. അങ്ങനെ ഇതും സെലക്ട് ചെയ്തു. ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം. നല്ല ഷോപ്പാണ്, എല്ലാവരും പോവുക. 50% ഡിസ്കൗണ്ടിൽ കുറേ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. അതിന് തൊട്ടടുത്തുള്ള 99 ടീ ഷോപ്പിൽ പോയി ഇതേ ഒരു ചിയേഴ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. കോഫിയാണ് കുടിച്ചത്. ഇവരെല്ലാവരും വീട്ടിൽ നിന്ന് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നതാവും. ഞാനും ഉച്ചഭക്ഷണം കഴിച്ചതാണ്. സ്കൂളിൽ നിന്ന് നേരെ ഞാൻ വന്നത് തേജിലേക്കാണ്. ഇത് ഇയാളെ കണ്ടോ, ഇതാണ് എൻ്റെ മൂത്ത നാത്തൂന്. ഈ ചങ്കത്തിയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് കേട്ടോ. സമ്മതിക്കുകയാണെങ്കിൽ ഞാനൊരു ദിവസം അതിൻ്റെ വർത്തമാനമായിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരാം ഇൻഷാ അല്ലാ. അങ്ങനെ സ്നാക്സും കൂടെ മേടിപ്പിച്ചു കേട്ടോ. അതിൻ്റെ ബില്ല് കൊടുത്തത് നമ്മുടെ ആ ചങ്കത്തിയാണേ. ബില്ല് കൊടുക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും എസ്കേപ്പ് ആവും കേട്ടോ. കുടുംബത്തിലെ മുതിർന്ന പൗരന്മാർക്ക് കുറച്ച് ഒരു എന്താ പറയുക ഉത്തരവാദിത്തമൊക്കെ ഉണ്ടല്ലോ. സോ അവർ എന്നെ കൊടുക്കാൻ സമ്മതിക്കാതെയാ, അല്ലാതെ ഞാൻ എസ്കേപ്പ് ആവുമൊന്നുമല്ല. അങ്ങനെ നല്ല സ്നാക്സ് കഴിച്ചു, നല്ല കോഫിയൊക്കെ കുടിച്ചു. അതുകൂടാതെ ഒരു സ്പൈസി സ്വീറ്റ് ബിസ്ക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ഞാൻ കഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നല്ല വിശപ്പ്, നല്ല ഹംഗ്രി ആയിരുന്നു. സോ ഞാൻ മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതും കഴിച്ചു. അതും കൂടാതെ വേറൊരു ബോട്ടുണ്ട് കേട്ടോ. അവിടെ വെച്ച പുതിന വാട്ടർ കണ്ടപ്പോൾ എനിക്കൊരു
ക്യൂരിയോസിറ്റി, അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ എന്ന്. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്തു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സമയം കിട്ടിയാൽ എല്ലാവരും തേജിൽ പോയി പർച്ചേസ് ചെയ്യണേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ബൈ.